ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു ഈസി ട്രേഡ്സ്. ഇത് വേറെ ട്രേഡിങ്ങിനെ പറ്റിയൊരു വീഡിയോ ഒന്നുമല്ല. ഇത് ഞങ്ങളുടെ കമ്പനിയെ പറ്റി ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. എന്താണ് വിഷൻ എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഒത്തിരി എൻക്വയറി വരുന്നുണ്ട്. അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതിലുള്ള എൻക്വയറി നമുക്ക് കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആക്ച്വലി സംബന്ധിച്ചിടത്തോളം ഒരു സീരിയസ് ആയിട്ടൊരു ക്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂസ് നമുക്ക് കാര്യങ്ങൾ ചോദിക്കും, ഞങ്ങളത് പറഞ്ഞു കൊടുക്കും. അല്ലാതെ ചില ആൾക്കാർ വെറുതെ എൻക്വയറി ഇട്ടിട്ട് അങ്ങ് പോകും. പിന്നെ അത് ഓട്ടോ റിപ്ലൈ ഓട്ടോ ക്ലോസ് ആവും. കാരണം ഞങ്ങൾ കമ്പനിയിൽ നിന്ന് പിന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല. നമ്മൾ കമ്പനിയിൽ നിന്ന് ആരും നിങ്ങളെ വിളിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ വാട്സപ്പ് കണക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അതെടുത്ത ഒരു മാർക്കറ്റിംഗ് ഞങ്ങളെ കമ്പനിയിൽ നിന്നില്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങളുടെ കമ്പനി ട്രേഡിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ സർവീസസ് കൊടുത്തിട്ട് പൈസ വാങ്ങിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. രണ്ട്, നമ്മൾ എഡ്യൂക്കേഷൻ കമ്പനിയല്ല. അപ്പോൾ എഡ്യൂക്കേഷൻ കമ്പനി ആയിരുന്നാലും ഈ സർവീസസ് കൊടുത്ത് കാശ് ഉണ്ടാകുന്ന കമ്പനി ആയിരുന്നാലും അവർ നിങ്ങളെ കണ്ടിന്യൂസ്ലി വിളിച്ച് ശല്യം ചെയ്ത് എങ്ങനെയെങ്കിലും ഗ്രൂപ്പിൽ എത്തിക്കാൻ നോക്കും, ഡെമോ വരാൻ നോക്കും, എല്ലാം ചെയ്യാൻ നോക്കും. ഞങ്ങളെ കമ്പനി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞങ്ങളെ കമ്പനി തികച്ചും പൂർണ്ണമായും ട്രേഡിംഗ് കമ്പനിയാണ്. മറ്റൊരു തരത്തിലുള്ള സർവീസസ് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഇല്ല. നിലവിൽ കോപ്പി ട്രേഡിംഗ് ഇല്ല, അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഇല്ല, ഈ പറഞ്ഞ റെക്കമെൻഡേഷൻസ് പരിപാടിയില്ല, എഡ്യൂക്കേഷൻ പരിപാടിയില്ല. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ റെക്കമെൻഡേഷൻ തരുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. ഞങ്ങൾ എടുക്കുന്ന സെയിം എൻട്രീസ് ഞങ്ങൾക്ക് കണ്ടീഷൻ ബേസ്ഡിൽ വന്ന ക്ലയൻസുകളിൽ മാത്രം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടീഷൻ ബേസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ കൊടുക്കുന്നത് ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത് റെക്കമെൻഡേഷൻ. അതായത് സെൻസെക്സ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇവയിലേക്ക് ഓപ്ഷൻ കോൺട്രാക്റ്റുകളിൽ നിന്നാണ് ബൈയിങ് ആണ് കൊടുക്കുന്നത്. ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും. സോ നമ്മൾ ഇടുന്ന എൻട്രീസ് നിമിഷ നേരം കൊണ്ട് തന്നെ മൂവ്മെൻറ്റ് പോകും, അതേ കണക്ക് തിരിച്ചിറങ്ങി വരികയും ചെയ്യും. സോ ആ ടൈം ടു ടൈം എൻട്രിയും എക്സിറ്റും പോസിബിൾ ആവണം നിങ്ങൾക്ക്. അതുകൊണ്ട് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് നമ്മളെപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചില സിറ്റുവേഷനിൽ മാത്രം നമുക്ക് കുറച്ച് ടൈം വരുന്നത്. ഒരു ചില 10-15 അരമണിക്കൂർ ചില ട്രേഡ്സ് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ മെജോറിറ്റി ട്രേഡ്സ് നമുക്കൊരു 20 മിനിറ്റ്സിന് മുകളിൽ ഹോൾഡിങ് വരത്തില്ല. നമ്മൾ ആദ്യമൊക്കെ ഞങ്ങളെന്ന് വെച്ചാൽ രാവിലെ മോർണിംഗ് ടൈമിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മോർണിംഗ് മൊമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് നേരെ നമ്മൾ ട്രേഡിംഗ് ടൈം ചേഞ്ച് ചെയ്ത് എപ്പോഴാണ് മൊമെൻ്റ് ഉള്ളത് ആ സമയത്ത് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന അതേ എൻട്രീസ് തന്നെയാണ് എൻ്റെ ക്ലയൻസിന് ഞാൻ കൊടുക്കുന്നത്. ടോട്ടൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, ട്രേഡിങ്ങിനുള്ളുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഞങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റിയ ഫീൽഡ് അല്ല എന്ന് ഞാൻ പറയുന്നത്. കാര്യം ഈ ട്രേഡിംഗ് നോളജ് മാത്രമല്ല, അതിനകത്തൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് സൈക്കോളജി ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഓക്കെ ആണെന്ന് നോക്കണം. അതല്ലെങ്കിൽ ഇതെന്നും നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ മെൻറ്റർഷിപ്പ് എടുത്ത് പോയോ. അപ്പോൾ പേഴ്സണൽ മെൻറ്റർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ 1 മന്ത് ഫുള്ള് ട്രെയിൻ ചെയ്ത് സെക്കൻഡ് മന്ത് അതും അതേ അടക്കം നമ്മൾ ട്രെയിൻ ചെയ്ത് നിങ്ങളെല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് സ്വന്തമായി ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എടുത്തുമ്പോൾ എന്തുവേണം ചെയ്യാൻ പ്രശ്നമില്ല. നമുക്ക് എന്തൊക്കെ നോളജ് ഉണ്ടെങ്കിലും എന്തൊക്കെ സ്പീഡ് ഉണ്ടെങ്കിലും നമ്മൾ മൈൻഡ് സെറ്റ് ശരിയല്ലെങ്കിൽ ട്രേഡിങ്ങിൽ സക്സസ് ആവില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. എഗെയിൻ നമ്മൾ പറയുവാണ്, സീരിയസ് ആയിട്ടുള്ള ക്ലയൻസുകൾ മാത്രം ട്രേഡിംഗ് നോളജ് ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. വേറൊന്നും കൊണ്ടല്ല. അതിന് വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ട് അപ്പോൾ എനിക്ക് വാട്സപ്പിൽ 2-3 തവണ ബ്ലോക്കും കിട്ടി. കാരണം അൺലിമിറ്റഡ് എൻക്വയറീസ് പറഞ്ഞുകൊണ്ടാണ്. ഈ ഓട്ടോ റിപ്ലൈ കൂടെ പോകുമ്പോഴത്തെ വാട്സപ്പ് വിചാരിക്കുന്നത് ബൾക്ക് മെസ്സേജിങ് എന്നാണ് വിചാരിക്കുന്നത്. ബൾക്ക് മെസ്സേജിങ് നമുക്ക് ഇതിന് ഓൾറെഡി ചെയ്യാൻ പറ്റത്തില്ല. വാട്സപ്പ് API നമ്മൾ മേടിക്കേണ്ടി വരും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതിന് വേണ്ടി ബൾക്ക് മെസ്സേജിങ് ചെയ്യാനും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നറിയില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ അത്രയും പ്രോഫിറ്റ് എടുക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഈ സർവീസസിൻ്റെ ആവശ്യം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഓർഡേഴ്സ് നമ്മളെടുക്കുന്ന അതേ കൂട്ടത്തിൽ നിങ്ങളും കൂടി ഇടുമ്പോൾ ഓർഡേഴ്സിൻ്റെ എണ്ണം കൂടുന്നു. അത്രമാത്രം ഉദ്ദേശിക്കണം. അപ്പോൾ 3 ടൈപ്പ് ഗ്രൂപ്പ്സാണ് ഉള്ളത് നിലവിൽ. അല്ല, ബ്ലേസ് പ്ലാൻ ഗ്രൂപ്പിൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവരും കൊടുക്കുന്നത്, പറഞ്ഞ പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്നത്. നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് 2 മാസം പ്രോപ്പറായി ചെയ്യുന്ന ഒരു ആൾക്കാർക്ക് മാത്രമാണ്, ഒരു 10 ലക്ഷം മുകളിൽ ക്യാപിറ്റലുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഗോൾഡൻ പ്ലാനും ഡയമണ്ട് പ്ലാനും ഗ്രൂപ്പും 2 ഗ്രൂപ്പ്സ് കൊടുക്കാറ്. അല്ലാതെ നമ്മൾ വേറെ ആർക്കും ഒരു ഗ്രൂപ്പ്സും കൊടുക്കുന്നില്ല. ദയവേത് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കണ്ടിട്സ് ഓക്കെയാണ്, ഞങ്ങളെ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കണക്ട് ചെയ്യാൻ നോക്കാം. ഞങ്ങളുടെ ലിങ്ക്സ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും. ആവശ്യമുള്ള ആൾക്കാർ എടുക്കാൻ നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്. ഞങ്ങളോട് സംസാരിച്ചിട്ട് മാത്രം എടുക്കാൻ എപ്പോഴും ശ്രമിക്കുക. കാര്യം നിങ്ങളെപ്പറ്റി അറിഞ്ഞതിന് ശേഷം എടുക്കുന്നതായിരിക്കും നമ്മളെപ്പോഴും നല്ലത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്പണായിട്ട് കാര്യം കൂടി എടുക്കേണ്ടതെന്ന് തന്നെ പറയുന്നത്. കാര്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ഓവർ ട്രേഡിങ് ഇതൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടാണെങ്കിൽ ഓക്കെ നിങ്ങൾ എടുത്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എനിവേ താങ്ക് യു.